വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കേൾക്കുന്ന മമ്മിയിൽ നെയ്പ്പത്തിൻ്റെ അരി ഇട്ടിട്ടുണ്ട്, അതാണ് സൗണ്ട് എടുക്കുന്നത് കേട്ടോ. പിന്നെ വേറെ എന്താണ്, അപ്പം ഞാൻ കോഴിക്കറി വെക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചിട്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓൺ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി തുടങ്ങാം. എന്തെന്നാ കോഴി തേങ്ങക്കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്താ കഴിച്ച് പറയേണ്ടത്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇന്നത്തെ പലരുടെ ബർത്ത്ഡേ പാർട്ടിൻ്റെ വീഡിയോയിലാണ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണത്തിരുന്നെങ്കിൽ പോയാൽ പോയിട്ട് കാണണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ നമ്മളെ കുട്ടികൾ സ്കൂൾ ബുക്കിന് ഒട്ടിക്കുന്ന നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, അപ്പം ഞാൻ അതാക്കുന്നുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അതിൽ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതിന് അങ്ങനെ ആവശ്യമുണ്ട്. ഫോട്ടോ നെയിം സ്ലിപ്പാണ്, കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് ആക്കാം. അല്ലെങ്കിൽ നിശാസ്ത്രം എന്നുള്ള എന്താ പറയുക ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ആരും വാങ്ങുമെന്ന് അറിയില്ല, ഞാനിങ്ങനെ വെറുതെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് ചോദിച്ചാൽ ഇട്ട് നോക്കിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതിന് കമൻറ്റിൽ അത് ഒറ്റ പീസ് കിട്ടുമോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഒറ്റ പീസ് നമ്മൾ അടിക്കുമ്പം കുറേ എണ്ണം അടിക്കുന്നതല്ലേ, ഒറ്റ പീസായിട്ട് ഇപ്പം അടിക്കുമ്പം അത് ഉണ്ടാക്കുന്നവർക്കൊരു എന്തെങ്കിലും വേണ്ടേ. അല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാണ്ട് ആരും ഒന്നും ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ ഒറ്റൊരു പീസ് അടിച്ചു തരാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ഓക്കെ, അപ്പം എന്താണ് അത് ആർക്കെങ്കിലും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മെസ്സേജ് ആക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം എനിക്ക് മറന്നു വിട്ടാൽ ഞാൻ കറിയൊക്കെ വെച്ചിടാൻ പകുതിയായി. അപ്പോൾ ഇതെവിടെ മല്ലിപ്പൊടിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് വെള്ളം വെച്ചിട്ട് കോഴിയിടാൻ വേണ്ടി പോകുന്നത് മറന്നേ പോയി. പെട്ടെന്ന് ഇത് പോയി ഞാൻ വ്ളോഗ് എടുക്കാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പം നെയ്പ്പത്തിൻ്റെ ഒരു അറിഞ്ഞിട്ടുണ്ട് അത്ര. അപ്പം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ടായിട്ടാ, പെട്ടെന്ന് മറന്നുപോയി വീഡിയോ എടുക്കുന്ന കാര്യം. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അത് ഞാൻ മസാല ഇങ്ങനെ ഇളക്കുമ്പോൾ ഡ്രൈ ആകുന്നതുകൊണ്ട് ഞാനങ്ങനെ വെള്ളം ചേർക്കുന്നത്. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ചേർക്കണമെന്ന്. അതിങ്ങനെ ഇളക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉണങ്ങിയ മതിരാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ എന്താ ഐഡിയ ഒന്നും ഇല്ല, എന്തെങ്കിലും ഇങ്ങനെ വെറുതെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ടെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചിക്കൻ ഇടാം. ഇതിൻ്റെ അല്ലേ ചിക്കൻ ഇട്ടു. അപ്പോൾ ഞാൻ നടക്കട്ടെ, ഞാൻ കയ്യിൽ സ്റ്റാൻഡ് കാര്യങ്ങളും എടുത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ സ്റ്റാൻഡൊക്കെ മുകളിൽ റൂമിലല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഇളക്കട്ടെ, മിസ് ആക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് പയ്യെ ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. കാണട്ടോ. ഇനി എന്തെങ്കിലും അപ്പുറം പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ടൈമിൽ കാണാൻ പറ്റും. ഓക്കെ, சீரகாக உன்னை நான் எந்தி செல்வேன், சீனுகாமல் உன்னை நான் பார்த்து கொள்வேன். ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில், நான் வாழும் நாள் மட்டும் நீ எந்த மடியில். உன்னை என்று பொழுதிங்கு கடவுள் தின் முகம் பார்த்து பொழுது പാദം തൊഴുത്. അപ്പോൾ ഗൈസ് ഞാൻ ഞാനിത് ഫുഡ് കഴിക്കാൻ എഴുതിട്ടുണ്ട്. നെയ്പ്പത്തിലും കോഴിക്കറി. പോയിക്കോ, ഞാൻ കട്ടായിക്കോളൂ, എടുത്തോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ നെയ്പ്പത്തിലും കോഴിക്കറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, വേറെ വീഡിയോ എടുക്കാനുണ്ടായിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി എന്താണ് പാപ്പാ പാട്ട് നിറച്ച് ഒരു പാട്ടില്ല, പാൽവെണ്ണിലാവേ പാടാതെ പോവേ. ആ ഒരു പാട്ടൊന്ന് വെറുതെ പാടി റീൽസ് ഇട്ടു ഇൻസ്റ്റയിൽ.
പോയിട്ട് കാണുന്നവർ കാണാം. ഓക്കെ. പിന്നെ വേറെന്താ ഗൈസ്, ഇപ്പോൾ ഷെൻസുണ്ട്, ഉമ്മ ഉണ്ട്, ചെയ്യാണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് വാങ്ങി വെക്കുന്നത്. രസം അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ അരച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അരച്ചതാ.
ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ പുറത്ത് സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇന്ന് പുറത്ത് ചെറിയ തണുപ്പൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു നേരിയ തണുപ്പുണ്ട്. പക്ഷെ ഇന്നലെ ഭയങ്കര ചൂടായിട്ടാണ്. ഇന്ന് രാവിലെയുള്ള മരണ ചൂടായിരുന്നു. സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ട് ഇങ്ങനെ ഫാൻ ഇല്ലാണ്ട് ഇരിക്കാനേ പറ്റുന്നില്ല, അത്ര ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാത്രി ഇപ്പം മുറ്റത്ത് ഇപ്പം വന്നിരുന്ന നേരം 10 മണി കഴിഞ്ഞേട്ടാ. ചെറിയൊരു തണുപ്പ് ചെറിയ തണുപ്പ് ഉണ്ട്. എന്താ പറയുക, പിന്നെന്താ പറയേണ്ട ഗൈസ്, പിന്നെ ഈയിടെ ഇവിടെ പടന്ന ഭാഗത്തൊക്കെ മഴ ഇങ്ങനെ പെയ്തെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാരാടെ ഇടിയും മിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്തിട്ടുണ്ടായിട്ടില്ല. പക്ഷെ രാത്രി സമയത്ത് 2-3 ദിവസമൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടോ പുറത്ത്. നല്ല അടിപൊളി തണുപ്പുണ്ടായിട്ടുണ്ടായിരുന്നു രാത്രി മുറ്റത്തിരിക്കുമ്പോൾ. പിന്നെ വേറെന്താ ഗൈസ് പറയാം, എനിക്ക് തോന്നുന്നു നോമ്പിന് ഇത്ര ചൂട് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ. നോമ്പിന് ഈ ഒരു ചൂടുണ്ടെങ്കിൽ പണിയൊന്നും എടുക്കാൻ പറ്റുമോ സത്യമാണ്. ഇപ്പം ഇങ്ങനെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ വിയർത്ത് കുളിക്കും, അങ്ങനെയാണ് ചൂടിപ്പം. പക്ഷെ നോമ്പിന് നമ്മൾ പസറ് കഴിഞ്ഞിട്ട് നോമ്പിൻ്റെ പണിയെടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഇങ്ങനെ വിയർത്ത് വിളിക്കുന്ന ആ ചൂട് ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല, കിച്ചണിൽ കയറി പണിയെടുക്കാൻ തുടങ്ങിയാൽ ഭയങ്കര ചൂടാണ് ഗൈസ്, വല്ലാത്ത ചൂട്. പിന്നെ വേറെന്താ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ അയച്ചു പുതിയ വെയിലത്തുനിന്ന് മുട്ട ഓംപ്ലേറ്റ് വിളിച്ചാക്കാൻ നോക്കി, മുട്ട വരുമോ നോക്കാമെന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക്. പിന്നെ മടിയായിട്ട് ചെയ്തില്ല, കാരണം അത്രയും പൊരിയുന്നില്ല. കാഴിങ്ങനെ നിലത്ത് വെച്ച് ഇങ്ങനെ പതക്കുന്നത്, അത്രയും വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലൊരു വെയിലുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണമായിരിക്കും. നോക്കാലോ നമുക്കാവോ. ഓക്കെ, പിന്നെ വേറെന്താ ഗൈസ് പറയേണ്ടത്, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ വേറെന്താ, അപ്പം നാളെ സാറ്റർഡേ സൺഡേ ഒക്കെ കല്യാണങ്ങളൊക്കെ ഉണ്ട്. കല്യാണം എന്ന് വെച്ചാൽ നമ്മുടെ റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട് ഇൻഷാ അല്ലാ. പിന്നെ നോമ്പ് കഴിഞ്ഞപാട് നമുക്ക് കല്യാണം കിട്ടിയാൽ നമ്മൾ എന്തായാലും പോകുമല്ലോ. ഞാൻ പൊതുവേ കല്യാണത്തിനൊക്കെ പോകാറുണ്ട് കേട്ടോ, ഞങ്ങൾക്കങ്ങനെ നടക്കിടത്തില്ല. ചില ആൾക്കാർ വിളിച്ചെല്ലാ കല്യാണത്തിനും ഇവരെല്ലാം വിളിച്ചെല്ലാം പോവും, ഞാൻ പോകാറുണ്ട്. ഓക്കെ, എന്താ പറയുക, പിന്നെന്താ പറയണ്ട ഗൈസ്, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും എടുക്കേണ്ടത് വിചാരിച്ചാൽ ഇത്രയും സമയം ചളവള എന്താ പറഞ്ഞുള്ള വേല, അതുകൊണ്ട് ഇങ്ങനെ ചളവള പറഞ്ഞത് കേട്ടോ. പിന്നെ വേറെന്താ, അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ വാച്ച് അവർ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. പിന്നെ എന്താ, ഇപ്പം പൈസ കൊടുത്തിട്ടൊക്കെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്. 2000 കൊടുത്താൽ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി തരും. അങ്ങനെ കുറേ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരങ്ങനെ ചെയ്തു തരും. പക്ഷെ നമുക്കെന്തോ അതിനോട് താല്പര്യമില്ല, എന്തിനാ അറിയില്ല. കാരണം ഇത്രയും വർഷങ്ങളായി ഇങ്ങനെ വീഡിയോസ് ഇടുന്ന, പക്ഷേ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടും. എന്തെങ്കിലും സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പം വീഡിയോ ഇടാൻ പറ്റൂല. അങ്ങനെയൊക്കെ ആകുമ്പോൾ വാച്ചോറ് താണുപോകും. പിന്നെ വീഡിയോ ഇടുമ്പം വീണ്ടും കൂടും, പിന്നെ വീണ്ടും കുറയും. പല വണ്ടിയുടെ ഹോൺ ഗേറ്റ് ഓർക്കട്ടെ ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഇതിവിടെ പുറത്തുള്ളൊരു ചെടിയാണ് കേട്ടോ, എന്ത് ഫ്ലവറാണെന്നൊന്നും അറിയില്ല. ഇതിപ്പം ഇതിലാദ്യം ഒന്ന് മാത്രമേ ഉണ്ടായിട്ടു, ഇപ്പോൾ 2 സൈഡിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ മുകളിലും വരുന്നുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് പിങ്ക് കളർ, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഏതാ പിങ്ക് ചെമ്പരത്തി ഉണ്ട്. ഇത് പിങ്ക് ചെമ്പരത്തിയാണ്, കാണുന്നില്ല അല്ലേ, പിങ്ക് ചെമ്പരത്തിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക എന്താ ഈ ടാങ്കിൽ നമ്മളെ ഫൈറ്ററും 2 ഫൈറ്ററുണ്ട്. പിന്നെ വേറെ എന്താ ചെറിയൊരു മീനുണ്ട്, എന്താ പേരെന്ന് അറിയില്ല കേട്ടോ. പായലുണ്ടായതുകൊണ്ട് അവരങ്ങനെ ജീവിച്ച് പോകുന്നു. നല്ല ഷാഡോ കിട്ടുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെന്താ, അപ്പോൾ ഗൈസ് അങ്ങനെ ഒന്നും അധികം ഇല്ലാത്ത ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പാണ്. ഒന്നും
ഒന്നും ഇല്ലാത്ത വീഡിയോയിൽ എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ടാറ്റ ബൈ.